പൊട്ടോടാനാണ് പറഞ്ഞത്, മൂക്കിൽ മൂക്ക് തിന്നോടക്കാനല്ലേ. അസൈൻമെന്റ് വർക്കുകൾ, പ്രൊജക്ട് വർക്കുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാം. പിന്നെ ആവേശ സമയം അമ്മാനെ കാണിച്ചുതരാം. അമ്മാനെ ഇങ്ങോട്ട് സ്ഥലത്തേക്ക്. കറക്റ്റ് അമ്മാനാണല്ലേ ഗൈസ്. ഹായ് ഗൈസ്, നന്ദുവാണ്. നമ്മളിങ്ങനെ ഓണമായിട്ട് എന്താ പറയുക ഇവിടുത്തെ പരിപാടി കാണാൻ വേണ്ടി ഇറങ്ങിയത്. കന്യാകുന്നിലാണ്. പിന്നെ പറഞ്ഞവർക്ക് വരാൻ നല്ല സ്പോട്ടാണ്, നല്ല പരിപാടിയും കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ബാക്കിയുള്ളത് അവിടെ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അനന്തിനൊട്ടും വയ്യ, ചത്തിരിക്കുകയാണ് അനന്ത്, പനി പിടിച്ച് ഓണമായിട്ട്. ഇത് കാണാത്ത സ്ക്രിപ്റ്റുകൾക്ക് വേണ്ടി ഞാനൊരു ചിത്രം കൂടെ എടുത്ത് കാണിക്കാം. ഒരു പടമെടുക്കേണ്ട ഐഡിയ ലാഭകരമാണ്. എടുക്കേണ്ട പേപ്പറിലോ നോട്ട്ബുക്കിലോ വർക്ക് ബുക്കിലോ ഈ റബ്ബർ തുടയ്ക്കണം. ഇനി നമ്മുടെ കുട്ടികൾക്ക് പകർത്തേണ്ട ഏതൊരു പടവും ഈ റബ്ബർ തുടച്ചെടുത്ത് വയ്ക്കണം. ഇതുപോലെ ഒരു നാണയമോ സ്പൂണോ കൊണ്ടൊന്ന് അമർത്തിയ ഫോട്ടോസായിട്ട് എടുക്കുന്നതിന് തുല്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള 1000-ഓളം ചിത്രങ്ങൾ ഈ റബ്ബർ കൊണ്ട് പകർത്തിയെടുക്കാൻ കഴിയും. ഇതിൻ്റെ തൊട്ടടുത്ത് അസൈൻമെൻറ്റ് വർക്കുകൾ, പ്രൊജക്ട് വർക്കുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാം. പിന്നെ വില 20 രൂപയുള്ളൂ. 3 റബ്ബർ 50 രൂപയാണ്. ഒരു ടൈം പാസ്, ഒരു വിനോദം. നമ്മൾ എന്തെല്ലാം ടോയ്സുകൾ കുട്ടികൾക്ക് വേണ്ടി വാങ്ങും. ഇതൊരു പഴയ കാര്യമാണ്. നമ്മൾ പണ്ട് സംഭവം അത് കണ്ടപ്പോഴേ നമ്മൾ പണ്ട് റബ്ബർ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ തലയിൽ എണ്ണ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തലയിൽ അല്ല വായിക്കുന്ന റബ്ബർ ഉണ്ടല്ലോ, നല്ല വെള്ള റബ്ബർ. നമ്മൾ ഈ എണ്ണ കൊണ്ട് ശകലം ഒന്ന് തുടച്ചിട്ട് ഈ ടെക്സ്റ്റിന്റെ പടങ്ങളിങ്ങനെ അമർത്തി നോക്കിയപ്പോൾ ആ പടം ആ റബ്ബറിൽ പതിയും. നമ്മൾ അയാളെ കളിയാക്കണമല്ല, അത് കണ്ടപ്പോൾ ഒരു ഓർമ്മ, അങ്ങനെ കണ്ടപ്പോൾ ഒരു ഓർമ്മ. നമ്മളങ്ങനെ ചെയ്യാറുണ്ടല്ലേ പണ്ട്, പക്ഷെ അതിപ്പോൾ ഒരു ടെക്നോളജി ആയിട്ട് വന്നു. പക്ഷെ വേറെ രീതിയിലാണ്. വ്ളോഗെടുത്ത് ചേച്ചി ഇടിച്ചെന്നായിരുന്നു. പക്ഷെ അത് കൊള്ളാമല്ലേ പരിപാടി. പണ്ട് നമ്മൾ തലയിലുള്ള എണ്ണ എടുത്ത് തേച്ചിട്ട് അതിൽ മറ്റേ എന്താ അച്ചെടുക്കും. ഇത് അത്രയും കഷ്ടപ്പെടാതെ അല്ലേ പേപ്പറിൽ തേച്ചിട്ടേക്കാം. അത് കൊള്ളാം, എന്തായാലും പരിപാടി കൊള്ളാം. കനാകുന്ന് ഇത്രയും നല്ല ഡിഫറൻ്റ് ആയിട്ട് ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. നല്ല രസമാണ്, അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കനാകുന്നിൽ. 50 രൂപയ്ക്ക് നഷ്ടമില്ല. അനന്തു, എന്താണ് നമുക്ക് പറയാനുള്ളത്? കുറച്ച് ബാക്ക് ഇറങ്ങി പറ. ഒന്നും പറയില്ല, കൊള്ളാല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി തന്നെ. പേപ്പറിലാണ് അവർ നൂലാണ് കേട്ടോ. അനന്തു നൂലാണ് കേട്ടോ, അടിപൊളി. നല്ല അടിപൊളി ഡെക്കറേഷൻ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വർക്ക് കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ടിക്കറ്റ് എടുത്ത് ഇത് വേറെ ഒന്നുമല്ല, ഇവർ കണ്ണായിട്ട് കൊടുക്കും. ഇതിൽ ചവിട്ടാതെ നമ്മൾ നടന്ന് ഇപ്പുറത്തോട്ട് വരണം. അതാണ് ടാസ്ക്. നമുക്ക് കാണിച്ചു തരാം. ചെയ്ത് നോക്കണോടാ, അറിഞ്ഞൂടാ, നോക്കണം, നോക്കാം. By this, the Tiruvallur competition is over. Thank you so much all the participants. And prize distribution will be on 22.
അനന്ത് അങ്ങനെ അതിസാഹസ്യമായി അമ്പ് വിടാൻ പോണു. എടാ കറണ്ട് വീടാടാ, കറണ്ട് വീടാടാ. Oh my god! ഇനിയവന്റെ ഷോണല്ലോ. അങ്ങനെ ആനന്ദ സുന്ദരിക്ക് പൊട്ടുതൊട്ടാ പൊട്ടുതൊടാൻ. ടാസ്ക് സുന്ദരിക്ക് പൊട്ടുതൊടാൻ. എടാ കറങ്ങടാ, കറക്കിട്ടെടുത്തോ. ആ നേരെ വെക്കും. ഇതിനെ പറഞ്ഞല്ലോ, സീനമില്ല. സുന്ദരിക്ക് പൊട്ടോടാനാണ് പറഞ്ഞല്ലേ, മൂക്കിൽ മൂക്ക് തിട്ടോടക്കാനല്ലേ. അത് മതിയല്ലേ. വിജയ്, തളപതി വിജയ് ഇങ്ങ് നോക്കി. ഡേയ് വിജയ്, വിജയ് എടാ നോക്കിയൊരു ആക്ഷൻ കാണില്ലോ. ഡേയ് കിട്ടിയ ചാൻസ് ആണ് ഞാനിത് അട്ടി ഷോ കാണിക്കും കൈസിനി. ഒക്കെ കണ്ട് തളപതി വിജയ്. എടാ ഒരു ഹായ് ഓർഡർ. ഡേ അതവിടെ അങ്ങോട്ട് പോകാന്നോ? ഇവിടെ പരിപാടി ഉണ്ട്. ഇവിടെ കയറുന്നതിന് ഫണ്ട് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഈ വഴി അപ്പുറത്ത് പോകുന്നത്. ഹായ്, പേരെന്തോടാ? പോടാ. എവിടെ സ്ഥലം? എവിടെ? നിധി അറിയാമോ? നിധി മറ്റേ ഒരു മുടിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കണ. ആരും കണ്ടില്ല, ക്യാമറ മാത്രമേ കണ്ടു. ഷാക്കിൻ്റെ ഇടയ്ക്ക് പോയി കൈ മാറ്റിക്കളഞ്ഞു. ഇവിടെ അടുത്ത് നോക്കണേ, നോക്കണേ. അനന്തു, നിനക്ക് എന്താണ് പറയാനുള്ളത്? പറ. പരിപാടി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കുഴപ്പമില്ല, 50 രൂപയ്ക്ക് അടിപൊളി. പിന്നെ അതിൻ്റെ ആർത്ത് കയറിയിട്ട് 50 രൂപയ്ക്ക് വെള്ളം കഴിച്ചു. പിന്നെ അതിൻ്റെ ആർത്ത് കയറിയിട്ട് അത് ട്രിവാൻഡ്രം എക്സ്പോ, അത് ഒരു വായിക്കുള്ളൂ 120 രൂപയ്ക്ക്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് പരിപാടി ഗൈസ്. അത് കുറച്ച് പൈസ ടിക്കറ്റ് എന്തോ നമ്മൾ കയറിയില്ല. 50 രൂപയ്ക്ക് ലൈറ്റും കാര്യങ്ങളും കന്യാകുമാരി അടിപൊളിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി. നമുക്ക് ആവേശ സിനിമ അമ്മാനെ കാണിച്ചു തരാം. അമ്മാനെ ഇങ്ങോട്ട് സ്ഥലത്തേക്ക്. കറക്റ്റ് അമ്മാനാണല്ലേ ഗൈസ്? അമ്മാനെ നമുക്ക് അങ്ങനെ അമ്മാനെ കിട്ടിയിട്ടുണ്ടല്ലേ നമ്മളെ വ്ളോഗില്. അനന്ത് എങ്ങനെയുണ്ട് അമ്മാനെ? ഇപ്പൊ വിശ്വസിച്ചോ? വലിയ കാര്യത്തിന് ഇവിടെ കണ്ടു വരുന്നത് അമ്മാൻ ചീറ്റി വേലേഷ് ഒറ്റ നോട്ടത്തിലല്ലേ അമ്മ. ചേട്ടൻ ഇൻസ്റ്റ ഐ ഡി കാണിച്ചു തരൂ. ഗൈസ് നമ്മൾ അങ്ങനെ മാനേജ് എത്തിയിട്ടുണ്ട് ഗൈസ്.
കൃത്യനിഷ്ഠ എന്നുള്ള സാധനം ഉണ്ടോ? ഇവിടെ എത്ര മണിയുടെ നീക്കണം അറിയാമോ? അരമണിക്കൂർ ഇവിടെ എത്ര 2 മണിക്കൂറാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഓണപരിപാടിയൊക്കെ? ഓണപരിപാടി ഓടാൻ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ പരിപാടി നടക്കണം. തെറ്റ് നമ്മൾ കണ്ട് 50 ആദർശോടെ വ്ലോഗ് ഇതിലൊക്കെ ഡയലോഗ് ചേട്ടാ വ്ലോഗാണ് കേട്ടോ. ഇതിലൊക്കെ പറ നമ്മളിന്ന് അമ്മാനെ കണ്ട് മറ്റേ ആവേശ സിനിമയിലെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വ്ലോഗ് തുടങ്ങി കേട്ടോ. വ്ലോഗ് തുടങ്ങി. ഇന്ന് മുതൽ വ്ലോഗാണ്. പറ. ഞാൻ ഡീസന്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്നെ അറിയണവർക്ക് അറിയാം. പറഞ്ഞോടി ഗൈസ്. ഒരു പെണ്ണ് പോലും കിട്ടാനില്ലാത്ത സങ്കടത്തില് നിങ്ങളെ വീഡിയോ കണ്ടോട്ടാ, എഡിറ്റ് ചെയ്തോണ്ട് ഉറങ്ങണ വീഡിയോ ഇങ്ങനെ സാധിക്കില്ല ചേട്ടാ. നിന്റെ എല്ലാ വ്ളോഗിലും മാനവികമാണല്ലോടാ. നീ എത്തി ചേഞ്ച് ചെയ്ത് ഒന്നും ഇട്ടിട്ടില്ല. പിൽക്കാലത്ത് പേരിൽ അറിയപ്പെടും മാനവികം. അവിടെ മറ്റേ വയലാർ പ്രത്യേക നിന്റെ അടുത്തേക്കുള്ള കമ്പനി ഇവന്മാര് മാനയം വിട്ട് പോവില്ല. ഹായ്. അത്രയൊന്നുമില്ല, വാ വരെ ഉള്ളൂ. സാധനത്തിൽ വെറൈറ്റി സാധനം കാണിക്കും. അവിടെ മാറി അങ്ങോട്ട് കാണിക്കും. നിന്റെ കഴിവ് കാണിക്കട്ടെ. ഇന്നെല്ലാം കാണിക്കോടെ അടുത്തൊക്കെ അടുത്തൊക്കെ ഗൈസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇന്ത്യയും പോണ്. നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് വെച്ചാണ് എൻജോയ് ചെയ്യുന്നത്.